നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. പഹൽഗാമിലെ പാകിസ്ഥാൻ ഭീകരാക്രമണത്തിന് പിന്നിൽ മറ്റു രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെന്ന സംശയം ഉണ്ടെന്ന് അമേരിക്കൻ ഇന്റലിജൻസിന്റെ വിലയിരുത്തലും വരുന്നു. മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കാനുള്ള ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടെന്നാണ് ഉയരുന്ന വിലയിരുത്തൽ. പാകിസ്ഥാന് പിന്നിൽ ചൈനീസ് പിന്തുണയുണ്ടെന്ന വാദം പോലും ശക്തമാവുകയാണ്. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് പിന്നിൽ ചൈനയുടെ യുദ്ധമോഹമാണെന്ന ചർച്ചയാണ് സജീവമാകുന്നത്. രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങാൻ പ്രേരകമായ പോളണ്ട് ആക്രമണം പോലെ ഒന്ന് പ്രതീക്ഷിക്കാമെന്ന വിലയിരുത്തലും പാശ്ചാത്യ രാജ്യങ്ങളിൽ സജീവമാണ്. ജപ്പാനെയും അമേരിക്കയും ശത്രുരാജ്യങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ചൈനീസ് നീക്കത്തിൽ പലവിധ സംശയങ്ങളും ഇപ്പോൾ ഉയരുകയും ചെയ്യുന്നു. തായ്വാൻ അധിനിവേശത്തിന് ചൈന ഒരുങ്ങുന്നതായി അമേരിക്കൻ ഇന്റലിജൻസ് വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ പഹൽഗാമിലെ കൂട്ടക്കുരുതിക്ക് മാനങ്ങളേറെയാണെന്ന വിലയിരുത്തലും വരുന്നുണ്ട്. അമേരിക്കയും ജപ്പാനെയും ശത്രുരാജ്യങ്ങളായി ചൈന പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ രണ്ട് രാജ്യങ്ങളുമായി ഇന്ന് നല്ല ബന്ധത്തിലാണ് ഇന്ത്യ. ഈ സാഹചര്യത്തിലാണോ പഹൽഗാമിലെ ആക്രമണമെന്ന സംശയവും ഉയരുന്നുണ്ട്. 1939 സെപ്റ്റംബർ 1 ജർമ്മനിയുടെ പോളണ്ട് ആക്രമണത്തോടെയാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശ്ശീല ഉയരുന്നത്. സെപ്റ്റംബർ 3 ബ്രിട്ടനും ഫ്രാൻസും ഉൾപ്പെട്ട സഖ്യകക്ഷികൾ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ജർമ്മനി, ഇറ്റലി, ജപ്പാൻ തുടങ്ങിയവ ചേർന്ന് സഖ്യം അച്ചുതണ്ട് ശക്തികളെന്ന് അറിയപ്പെടുന്നുണ്ട്. 1941 റഷ്യയും പോൾ ബാർബർ ആക്രമണത്തെ തുടർന്ന് US-ഉം സഖ്യകക്ഷികൾക്കൊപ്പം ചേർന്നു. ആരംഭത്തിൽ വിജയങ്ങൾ നേടിയ ജർമ്മൻ പക്ഷം 1942 ആയതോടെ പരാജയപ്പെട്ടും തുടങ്ങി. 43 ഇറ്റലി കീഴടങ്ങി. 45 ഏപ്രിൽ 22 മുസോളിനി കൊല്ലപ്പെട്ടു. ഏപ്രിൽ 30 ഹിറ്റ്ലർ സ്വയം ജീവനൊടുക്കി. ഓഗസ്റ്റിൽ അമേരിക്ക ജപ്പാനിൽ അണുബോംബ് നിർമ്മിച്ചു. സെപ്റ്റംബറിൽ 2 ജപ്പാനും കീഴടങ്ങിയതോടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരശ്ശീല വീഴുകയായിരുന്നു. ഇതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഒരു ചരിത്രം. സമാന രീതിയിൽ ഇന്ത്യയെ പ്രകോപിപ്പിച്ചുകൊണ്ട് തെക്കനേഷ്യയിലെ കാര്യങ്ങൾ വഷളാക്കുമ്പോൾ തായ്വാനിലേക്ക് ഇരച്ചു കയറാൻ ചൈന ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് വിലയിരുത്തൽ. അങ്ങനെ വന്നാൽ അതൊരു ലോക മഹായുദ്ധമായി തന്നെ മാറിയേക്കാം. വ്യാപാര ചുങ്കത്തിലെ ചർച്ചകളും പ്രതിസന്ധികളുമെല്ലാം അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിട്ടുണ്ട്. ഇതിനൊപ്പം തായ്വാൻ പ്രതിസന്ധിയും കൂടുതൽ ശക്തമാവുകയാണ്. അമേരിക്കൻ ജപ്പാനീസ് യുദ്ധക്കപ്പലുകളെ ശത്രുക്കപ്പലുകൾ എന്ന് വിളിച്ച് ചൈന കൂടുതൽ പ്രകോപനം ഉണ്ടാക്കുന്നുമുണ്ട്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ച് ചൈന രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ നേരിടേണ്ടി വന്ന ദുരന്തത്തിൽ ഏറ്റവും ആത്മാർത്ഥമായി സഹതപിക്കുന്നതായി ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം ബുധനാഴ്ച അറിയിച്ചിട്ടുമുണ്ട്. ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ ഓർത്ത് വ്യസനിക്കുന്നതായും കൊല്ലപ്പെട്ടവരുടെയും പരിക്കേറ്റവരുടെയും കുടുംബാംഗങ്ങളോട് ആത്മാർത്ഥമായ അനുതാപം പ്രകടിപ്പിക്കുന്നു എന്നുമൊക്കെ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഗുവോ ജിയാകുൻ പറയുകയും ചെയ്യുന്നുണ്ട്. ആക്രമണത്തെ ചൈന ശക്തമായി അപലപിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ആക്രമണ സംഭവത്തിന്റെ റിപ്പോർട്ടുകൾ ചൈന ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുന്നതായും ക്രൂരമായ ഭീകരാക്രമണത്തെ ചൈന ശക്തമായി അപലപിക്കുന്നതായും പ്രതികരിക്കുന്നുമുണ്ട്. അപ്പോഴും പാകിസ്ഥാനെതിരെ ചൈന ഒന്നും പറയുന്നില്ല എന്നതാണ് ചില സംശയങ്ങൾ ബാക്കി നിർത്തുന്നത്. പാകിസ്ഥാനും കൂടുതൽ പ്രകോപനത്തിന് ശ്രമിക്കുന്നുമുണ്ട്. ആണവയുദ്ധ ഭീഷണി പോലും ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ഉയർത്തുന്നുണ്ട്. ഇതിനെല്ലാം പിന്നിൽ ബാഹ്യ ഇടപെടലുണ്ടെന്ന് അമേരിക്ക അടക്കം വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട്. ചൈനയുടെ രഹസ്യ പിന്തുണയിൽ ഏഷ്യയെ സംഘർഷത്തിലേക്ക് കൊണ്ടുപോകാനും അതുവഴി തായ്വാനിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റത്തിന് അവസരമുണ്ടാക്കാനുമാണ് ലക്ഷ്യമെന്ന വിലയിരുത്തലുണ്ടാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഏതായാലും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങളെ നയിക്കാനാണോ ചൈന ആഗ്രഹിക്കുന്നതെന്ന് പോലും സംശയം ജനിപ്പിക്കുന്നുമുണ്ട്. അതിനുള്ള പ്രകോപനവും അതിനുള്ള സൗകര്യവും പാകിസ്ഥാന് ചെയ്തു കൊടുക്കുകയാണോ ചൈന എന്ന സംശയം ബലപ്പെടുന്നു.